ഒറ്റ വീഡിയോ ആയിട്ട് ഇടാൻ അത് ലെങ്ത് കൂടിപ്പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. ലെങ്ത് കൂടുകയൊക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞാൻ 2-3 വീഡിയോസായിട്ടാണ് എടുത്തത് കേട്ടോ. പാർട്ട് 2 പാർട്ട് 3 ആയിട്ട്. എനിക്ക് ബുദ്ധനെ കാണുമ്പോൾ മഹാവിഷ്ണുവിനാണ് ഓർമ്മ വരുന്നത്. ഇത് കണ്ട് ഞാൻ മഹാവിഷ്ണു കിടക്കുന്ന കണക്കാണ് ബുദ്ധ എപ്പോഴും കിടക്കുന്നത്. ഇത് ഡ്രാഗൺ സ്നേക്കിൻ്റെ ഒരു ഒറ്റത്തടിയിൽ ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇവിടെ കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. നല്ല കാഴ്ചയുള്ള സാധനങ്ങളാണ് അവിടെ കൂടുതലുള്ളത്. എന്തായാലും കൊള്ളാമല്ല. അവിടെ ഫോട്ടോ എടുക്കുന്നു. എന്നെയും നോക്കി. ഞാനും ഒറ്റയ്ക്കായതുകൊണ്ടായിരിക്കും എന്നെ ഒരു നോട്ടം. ഇവിടെ ഞാൻ അതിൻ്റെ അകത്തോട്ട് വരണമല്ലോ. ഇവിടെ കാണാം. ഇന്ന് വെച്ചാൽ ഞാൻ നേരത്തെ വന്നതാണ്. ഇപ്പോൾ നല്ല മൂടി അടച്ച് മഴക്കോളുണ്ട് കേട്ടോ. ചെറുതായിട്ട് മഴ പെയ്യാറുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ കഴിഞ്ഞിട്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ ചെറുതായിട്ടൊന്ന് ചാറിയായിരുന്നു. എല്ലാവരും ഒരേ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ വീഡിയോ പിടിക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഇതിൻ്റെ അകത്തോട്ട് കയറണം. ചെരുപ്പൊക്കെ ഊരിയിടണം കേട്ടോ. കാണാൻ കൊള്ളാമല്ലേ, നല്ല വ്യൂ ഉണ്ടല്ലേ. ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ടില്ലേ, മരം വളരത്തില്ലേ എന്ന്. ചൈനീസ് സിനിമകളിലൊക്കെ ഇത് ഒരുപാട് കാണാറുണ്ടല്ലേ. എന്തായാലും ഇവിടെ അല്ല എല്ലാം ഒരുപാട് ഉണ്ട് കേട്ടോ. അത് എന്താണ് സംഭവം എന്ന് അറിയാൻ വയ്യ. അവിടെ ഒരു ബുദ്ധൻ്റെ ഇതുണ്ട്. എനിക്കൊന്ന് പിന്നെ ഇവരായിട്ട് നിർമ്മിച്ചാണെന്ന് തോന്നുന്നു. പാറയെന്ന് കണ്ടിട്ടൊരു ഒറിജിനാലിറ്റി ഇല്ല. ഒറിജിനൽ പാറ അല്ലല്ലേ. ഞാൻ വെച്ച് സിമെൻറ്റ് വെച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇല്ലില്ല, ഒറിജിനലായിട്ടുള്ള ആനാട്ട പാറയൊക്കെ. ദൂരെ നിന്ന് കണ്ടപ്പോഴേക്കും ഒറിജിനൽ അല്ലെന്ന് തോന്നി. ഇവിടെ ഒരു ബുദ്ധൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ ഒറിജിനൽ അല്ലെന്ന് തോന്നുന്നു. പക്ഷേ ഒറിജിനൽ തന്നെ കേട്ടോ പാറയൊക്കെ. ദൂരെ നിന്ന് കണ്ടപ്പോഴും ഇതായി. ചന്ദനത്തിൽ കുത്തി വെച്ചിട്ടുണ്ടല്ല. എന്ത് രൂപമെന്നൊരു പിടുത്തമില്ല. ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇത് വേരുകൾ കൊണ്ടുള്ളൊരു മരമാണെന്ന് തോന്നുന്നു. അകത്തോട്ടൊരു കുഴി മാത്രമുണ്ട്. ഇനി അകത്തോട്ട് ഇനി ഇറങ്ങിപ്പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഫുള്ള് വേരുകൾ മാത്രമേ ഉള്ളൂ. നടന്ന് അങ്ങോട്ടൊക്കെ അകത്തോട്ട് ഇറങ്ങരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ ഗുഹ വല്ലതും ഓണാന്നറിയത്തില്ല. പക്ഷെ ഇത് കാണുമ്പോൾ എനിക്ക് സിമെൻറ്റ് വെച്ച് ഉണ്ടാക്കിയാണ് കയറിയത്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത് പാറയായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ ഇനി പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അതിന് ബാക്ക് വരെ വന്ന് നോക്കി ഇത്രയും കേട്ടോ. ഇവിടെ നിന്ന് കൂടെ ഒന്ന് റൗണ്ട് അടിച്ച് നോക്കാം. ഇനി അതിൻ്റെ അകത്ത് കയറണം. എന്തായാലും പുറത്തോട്ട് അവിടെ കൊള്ളാം കേട്ടോ. താഴോട്ട് നോക്കിയപ്പോൾ അല്ലെങ്കിൽ താഴോട്ട് പതുക്കെ ഇറങ്ങാം. അങ്ങോട്ടേക്ക് പോകാം. അതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റും. വലിയ ബുദ്ധൻ്റെ പ്രതിമ അങ്ങോട്ട് പോയി അവിടെ നിന്ന് പോയി നോക്കിയിട്ടില്ല. സിംഹത്തിൻ്റെ 2 പ്രതിമ വെച്ചിട്ടുണ്ട് 2 സൈഡിലായിട്ട്. ഇവിടെ എന്തോ ഒരു ബോർഡ് ഇരിപ്പുണ്ട്. വായിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് നിങ്ങളെയും കാണിക്കുന്നില്ല. എന്തായാലും അങ്ങോട്ട് പോകാം. കൊള്ളാമല്ലേ. പ്രത്യേക ഭംഗിയുണ്ടല്ലോ ഇവിടെ കാണാൻ. പക്ഷേ നൈസ് ആംബിയൻസ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല. പക്ഷേ ഇത്രയും ആൾക്കൂട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സൗണ്ട് ബഹളം അങ്ങനെയുള്ള ഒന്നുമില്ല. സൈലൻ്റാണ് കേട്ടോ സ്ഥലം. ഫുള്ള് നല്ല സൈലൻ്റായിട്ട് നൈസ് മൂഡ്. രക്ഷയില്ല. ഇപ്പം ഒറ്റയ്ക്കാണെങ്കിൽ കൂടി ഉണ്ടല്ലേ നമുക്കൊരു തനിച്ചാണെന്നുള്ളൊരു ഫീലൊന്നുമില്ല. ഒരു ഇതുണ്ട്. ഒരു പട്ടി ലാഭാണെന്ന് തോന്നുന്നു കേട്ടോ. അതോ നാടൻ പട്ടിയാണോ എന്തോ. ഓഹോ, കഴിച്ച് കഴിഞ്ഞാൽ നടക്കാൻ വയ്യ കേട്ടോ. ഇവിടെ വരുന്നവരൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നടക്കാൻ പോലും വയ്യ അതിന്. പക്ഷെ ഇത്രയും ആൾക്കൂട്ടത്തിനിടയിലോട്ട് ബഹളവും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു കുരങ്ങോട്ടുണ്ട്. എന്തോ പറക്കി തിന്നുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്.
നല്ല തിരക്കുണ്ട്, ഉറക്കമൊക്കെ വരുന്നു. പക്ഷേ ഈ തണുത്ത കാറ്റ് കൊണ്ട് അടിക്കാതെങ്കിൽ ഉറക്കമൊക്കെ വരും. കാരണം വെച്ചാൽ അത്രയ്ക്ക് സൈലൻറ്റ് സ്ഥലം. ഇത്രയും ആൾക്കൂട്ടം ഉണ്ടെങ്കിലും ആ സൗണ്ട് അവർ സംസാരിക്കുന്നുണ്ട്, ആ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. മൊത്തത്തിൽ സൈലൻറ്റ്. കുറേ ഉള്ളിലോട്ടൊക്കെ കാണാൻ ഒരു പ്രത്യേക ലുക്ക് തന്നെയല്ലേ ഇവിടെ താഴോട്ട് നോക്കാനും. ഇവിടെ വന്നിട്ടുള്ള കൂടുതലും സെൽഫി കാര്യങ്ങളെടുക്കാനല്ല, ഞാൻ മാത്രമേ ഇവിടെ വീഡിയോ എടുത്തിട്ടുള്ള കേട്ടോ. തകർത്തെടുക്കാനുള്ള ഫോട്ടോ ഒക്കെ കൊള്ളാം. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് എവിടെയെങ്കിലും അവരിവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. ഓരങ്ങനെയൊക്കെ കണ്ട് എല്ലാവരും തകർക്കുന്നു. നമുക്ക് നേരെ വലിയ ബുദ്ധൻ്റെ പ്രതിമയുടെ അകത്തോട്ട് പോകും. അതുവഴി മുകളിൽ പോകാൻ പറ്റുമോ അറിയത്തില്ല. എന്തായാലും ഇവിടെ എൻട്രി ഫീസൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് അകത്ത് കയറി പോവാം. നേരെ അകത്തോട്ട് പോകാം. കുബേരൻ്റെ ഒരു പ്രതിമയുണ്ട് ഇവിടെ. കുബേരനും ബുദ്ധനുമാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് കേട്ടോ. ഹൈറ്റ് നല്ല ഹൈറ്റ് ആയതുകൊണ്ട് ക്യാമറയിൽ കൊള്ളുന്നില്ല. ഒറ്റ ഷോട്ട് കാണാൻ താഴെ നിന്ന് ഇങ്ങനെ എടുക്കണം, എന്നാലും കൂടി കറക്റ്റ് വ്യക്തമായിട്ട് കിട്ടുന്നില്ല. എന്തായാലും അകത്തോട്ട് കയറാം. ഇവിടെയും ചെരുപ്പ് ഉരിയണം പുറത്ത്. അമ്പലങ്ങളിൽ കയറി പോകണം, അതെനിക്ക് ചെരുപ്പ് ഉരിയിട്ട് അകത്തോട്ട് കയറാൻ പറ്റും. ഇവിടെ എന്തൊക്കെയോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്, പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നേയില്ല. പടം വരയ്ക്കുന്നുണ്ട് ഒരാൾ അവിടെ സൈഡിൽ നിന്ന്. നല്ല രീതി വരയ്ക്കുന്നല്ലേ. ആരെയും അവിടെ ഈ അകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ഞാൻ വെച്ച് മുകളിലോട്ട് കയറി പോകാമെന്ന് വിചാരിച്ചു. മുകളിലോട്ട് കയറി പോകാനൊന്നും പറ്റത്തില്ല. ഇവിടെ ഈ അകത്തുനിന്ന് കാണുന്ന ആ കാഴ്ച തന്നെ, അല്ലാതെ ആരുചായപ്പോൾ കണ്ടില്ല. അത്രയും വരെ നമുക്ക് പോകാമല്ലോ. മുകളിലോട്ട് ഇതില്ല, ഡോറുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല, നമുക്ക് പ്രവേശനമില്ല. അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങി ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകാം. എല്ലായിടത്തും ഫോട്ടോ തന്നെ കേട്ടോ, ഫോട്ടോ എടുപ്പ് തന്നെ. രണ്ടുപേരും തകർത്ത് മാറി തിരിഞ്ഞ് ഫോട്ടോ എടുക്കുകയാണ്. അവരോട് ഫോട്ടോ എടുക്കട്ടെ, ഞാൻ അവരെ ശല്യം ചെയ്യുന്നുണ്ട്. എന്തായാലും മുന്നിലോട്ട് പോകാം. എന്നാൽ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് വന്ന് പോസ് ചെയ്ത് ഫ്രണ്ടിൽ തന്നെ നിന്ന്. ഞാൻ വലിയ പ്രമുഖ യൂട്യൂബറാണെന്നാണ് തോന്നിയാന്ന് തോന്നുന്നു. എൻ്റെ വീഡിയോസ് അതിനു വേണ്ടി ആൾക്കാർ കാണത്തില്ല എന്ന് ആൾക്കറിയത്തില്ലല്ലോ. ഇവിടെ ഇതും എന്താണെന്ന് അറിയാൻ വയ്യ കേട്ടോ. ഇതിൻ്റെ അകത്തും പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ഇതെന്താണ് സംഭവം എന്ന് എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല കേട്ടോ. 4 സൈഡ് ഞാൻ റൗണ്ട് അടിച്ച്, ഒന്നും കാണാനില്ല. ചുമ്മാ ഒരു ഇതുണ്ടാക്കി എന്തോ ഒരു സംഭവമാണ്. എന്താണെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. അതിനകത്ത് എങ്ങനെ കയറുമെന്നും അറിയത്തില്ല. അവിടെ നിന്ന് പിന്നെ തിരിച്ചിറങ്ങി. ഇത് കണ്ട, ഇത് ഇങ്ങനെ വെട്ടി കറക്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. അടിയിൽ പണി അത് അടുത്ത് പോയി നല്ല രീതി ശ്രദ്ധിച്ച കണ്ടോ. നമ്മളാ സ്ക്വയർ പൈപ്പ് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു പ്രത്യേക തരം ചെടിയാണ്. ഇത് ബാത്റൂമാണ് കേട്ടോ, WC എഴുതിയേക്കുന്നത്. അത് ഇവിടുത്തെ ഭാഷയിൽ WC എന്ന് പറയുന്ന ബാത്റൂമാണ്. ഇവിടെ എല്ലാവരും നിൽപ്പുണ്ടല്ലോ, അവിടെ ഒരു കുളമുണ്ട്. അപ്പം അങ്ങോട്ട് പോകാം. ഇത്തിരി സൈഡ് കൊടുക്കാം. വീഡിയോ എടുക്കുന്നുണ്ട്, ഭയങ്കര സ്റ്റൈലിലാണ് പോണത്. അവന് മൈൻഡ് ചെയ്ത് തോന്നില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് കേട്ടോ. കുറേ ഇതൊക്കെ അവരുണ്ടാക്കിയെടുത്തേനെ കേട്ടോ. ഒന്നും പാറയല്ല, പക്ഷേ അടുത്ത് പോയി നോക്കുമ്പോൾ പാറ കണക്ക് തോന്നുകയും ചെയ്യുന്നത് കേട്ടോ. പാറ അവർ സിമെൻറ്റ് വെച്ച് കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താക്കുന്നതാണ് കേട്ടോ. പാറ തന്നെ കുറച്ചും കൂടെ സിമെൻറ്റൊക്കെ ചേർത്ത് കുറച്ചുകൂടെ ഭംഗിയാക്കി. പിന്നെ അതാണ് നമുക്ക് അടുത്ത് പോയി നോക്കുമ്പോൾ മാത്രം പാറയിട്ട് വന്നത്. ഇവിടെ കുറച്ച് മീനുകളുണ്ട്, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഫ്രെയിമിൽ നിന്ന് മാറുന്നുണ്ടല്ലേ. ഞാൻ ഇങ്ങോട്ടൊക്കെ പോകണം, അങ്ങോട്ടൊക്കെ വരുവാണല്ലേ. മീനുണ്ട് കേട്ടോ അവിടെ, വലിയ വെള്ള മീനുണ്ട്, വലുതൊക്കെ ഉണ്ട്. ഒരു കുതിര ചാടി കയറിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അടുത്ത സ്ഥലത്തോട്ട്. ഇവിടെ ഫുള്ള് മൃഗങ്ങളുടെ
ഇതാണ് പ്രതിമകളാണ് കേട്ടോ. ഇതെല്ലാം കണ്ടിട്ട് ഇവിടെ നിന്ന് ഇനിയിപ്പം കാണാനും ഇനിയിപ്പം ഒരുപാടുണ്ട് കേട്ടോ. ഇത് നടന്നിട്ടും തീരുന്നില്ല. ട്രിവാൻഡ്രത്ത് സൂര്യ കയറി കണക്കത്തൊരു അവസ്ഥയായി. ഒരറ്റത്തു നിന്ന് തുടങ്ങി അങ്ങ് അറ്റം എത്തിയാലും തീരത്തില്ല എന്നുള്ളതാണ്. ഒരുപാട് നേരം നടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ പുറത്തെത്തിയില്ല. എന്തായാലും ഇവിടെ എത്തിയിട്ട് ഇത് കാണാൻ ഒരു മനസ്സിന് കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അതൊരു വേറെ ലെവലാണ്. അതുകൊണ്ട് ഈ നടക്കുന്നതൊന്നും ഒരു അറിയുന്നില്ല. സാധാരണ നോർമലി നമ്മളെവിടെയൊക്കെ പോയി നടന്ന് നമുക്ക് ശരീരം വേനയും കാല് വേനയൊക്കെ ഉണ്ടാകും. പക്ഷെ ഇവിടെ വന്നിട്ട് അങ്ങനെയൊന്നുമില്ല. ഇത് പട്ടികളെല്ലാം നിരന്ന് കിടക്കുവാണല്ലേ. ഞാൻ എൻ്റെ അകത്തോട്ട് കയറാത്തേക്കും കടിയിട്ട് വന്നു. വേണ്ട, നമുക്ക് പുറത്തെ വഴി നോക്കാം. അവിടെയും ബുദ്ധൻ്റെ ഇത് തന്നെ കേട്ടോ. ഇതെല്ലാം ബുദ്ധൻ്റെ ടെമ്പിൾ കണക്കാണ്. അത് ആശ്രമമാണോ എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. ഞാൻ ബാത്റൂമിൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും ഈ ഒരു മരം കണ്ട്, ഫുള്ള് വേറുള്ളൊരു മരം. ഇത് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഒരു ഫീല് തോന്നി. അങ്ങനെ അത് വീഡിയോ എടുത്തു. അടുത്ത വീഡിയോയിൽ